ഹലോ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു മഴയൊക്കെ പെയ്ത് കാരണം ചൂടെല്ലാം പോയി നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറേ താമസിച്ചാണ് എഴുന്നേറ്റത്. സാധാരണ എഴുന്നേൽക്കാളും കുറേ താമസിച്ച് എഴുന്നേറ്റ്. കാരണം അമ്മയുണ്ട് വീട്ടിൽ. അമ്മമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് മടിയാണല്ലോ, എനിക്ക് മടിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ താമസിച്ച് എഴുന്നേറ്റത്. അപ്പോൾ ചേട്ടായി പോയതൊന്നും ഞാൻ അറിഞ്ഞു പോലില്ല. അമ്മ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ. ഞാൻ അവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് കുറച്ച് കട്ടൻ ചായ തരാൻ പറഞ്ഞു. അപ്പോൾ പാലില്ലായിരുന്നു, അല്ലേ ഞാൻ കട്ടൻ ചായ അങ്ങനെ കുടിക്കത്തില്ല. അപ്പോൾ അമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ തന്നു. അപ്പോൾ അത് ഞാൻ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. എനിക്കിഷ്ടമില്ല കേട്ടോ കട്ടൻ ചായ കുടിക്കുന്നത്. പാൽ ചായ എനിക്കിഷ്ടമില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ചെടിയുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ അടുക്കളയിൽ ആളുണ്ടല്ലോ, അമ്മ രാവിലത്തേക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ നേരെ ചെടിയുടെ അടുത്ത്, അല്ലെങ്കിൽ വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ നേരം കുറച്ച് നേരം മാത്രമേ ഈ ചെടിയുടെ അടുത്ത് പോകത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ രാവിലെ കുറേ നേരം ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും സമയം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെടിയുടെ അടുത്തൊക്കെ പോയി. ചീഞ്ഞ് പോവോ, എൻ്റെ 10 മണി എൻ്റെ ചെടികൾ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ പോയി. പിന്നെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലത്തേക്കും കപ്പയും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറി തലേദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചാറാക്കാൻ വേണ്ടി ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ ചേട്ടായി കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാൻ പാൽ ചായ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്ന് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്ത് പുറത്തോട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ചായ കുടിക്കുമ്പോൾ വേറെ ഒന്നും അതിൻ്റെ കൂടെ കഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ബിസ്ക്കറ്റ് പോലും കഴിക്കത്തില്ല. ഇങ്ങനെ കുറേ നേരം എടുത്ത് ഇങ്ങനെ നല്ല ചൂട് ചായ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് കുറേ സമയം എടുത്ത് ഇങ്ങനെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനങ്ങനെ കുറേ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കപ്പയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ പോലെ. അപ്പം മാങ്ങ കുറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ മാങ്ങ കിട്ടിയപ്പോഴത്തേക്കും അമ്മ എനിക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് തരും. അപ്പോൾ പിന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് അച്ചാറിടാം. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ അച്ചാറിനൊക്കെ നല്ല ചിലവായിരിക്കും. പിള്ളേർക്ക് ചോറ് കൊടുത്ത് വിടാനും അങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ കഴിക്കണമെങ്കിൽ അച്ചാർ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അച്ചാറിന് വേണ്ടി അമ്മ അതൊക്കെ അരിഞ്ഞ് പെറുക്കി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ നമ്മൾ അന്ന് എടുത്ത് വെച്ച് ആ മഴയ്ക്ക് മുന്നേ കിട്ടിയ നമ്മുടെ ചക്കപ്പഴം ഞാനിങ്ങനെ ഫ്രീസറിൽ കയറ്റി വയ്ക്കും. അപ്പോൾ ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, അതെടുത്തിട്ട് അതിനകത്ത് നിന്ന് രണ്ട് തവി ഇങ്ങനെ എടുത്ത് അവർക്ക് കൊടുക്കും. നല്ല ടേസ്റ്റ്. മധുരം പോലും ഞാൻ ചെയ്തിട്ടില്ല. ആ ചക്കപ്പഴത്തിൻ്റെ നേരെ ഉള്ള മധുരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമായിരുന്നു, മഴയ്ക്ക് മുന്നേ കിട്ടിയതായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്ത് കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വിഷമൊന്നും ഇല്ല, പുറത്തുനിന്ന് മേടിക്കുന്നതല്ലല്ലോ. അപ്പോൾ അത് കാരണം അവർക്ക് കഴിക്കുകയും ചെയ്തോളും, എനിക്ക് സമാധാനത്തിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അവരതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് ഈ പീക്കിരാ മീനില്ലേ, നത്തോലിയോ നത്തളോ, ആ മീനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വറുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പീര വെക്കാൻ വേണ്ടി എടുത്തു, പിന്നെ കുറേ വറുത്തു. അപ്പോൾ അതിങ്ങനെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ കരിമുരാന്നിങ്ങനെ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മീനൊക്കെ വറുത്ത് ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ മുടി മുറിക്കാനായിട്ട് പോകണ്ട. കുറേ നാളായി എല്ലാവരും എന്തിനാ ഈ പൂച്ചവാലും കൊണ്ട് നടക്കുന്നത്, നിനക്ക് പ്രാന്താണോ ഇങ്ങനെ വാല് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി, മുറിച്ച് കളാ, ഫാഷനിൽ നടക്കുക എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, എന്തായാലും മുടി മുറിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം, നമുക്ക് കല്യാണം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ മുടിയൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മുടിയൊക്കെ കുറേ അങ്ങ് മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഷോൾഡറിൻ്റെ അത്രയേ ഉള്ളൂ മുടി. അപ്പോൾ എന്നിട്ട് ഇതാ നമ്മൾ അപ്പോഴത്തേക്കും പെരും മഴ പെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓസ് കുത്തിയതൊക്കെ ടാങ്കിലേക്ക് കുത്തിയതൊക്കെ ഇനി കലക്കവെള്ളം വരും. അപ്പോൾ അതാണ് തിരിച്ചൊക്കെ കുത്താൻ. അപ്പോൾ നൈസിലൊന്ന് മഴ നനയാലോ എന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോഴത്തേക്കും മഴ നിന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെരും മഴ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പോയി നൈസിൽ നനഞ്ഞ് ചെടി നനയ്ക്കാനൊന്ന്, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം ചെടി നനയ്ക്കണം എനിക്ക്, അതെന്താ സുഖമായിട്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെടി നനയ്ക്കുക. ഭയങ്കര ഇടിയും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടി വെട്ടിയപ്പോഴത്തേക്കും അമ്മ വടിയൊക്കെ എടുത്തിട്ടുണ്ട്, കയറിപ്പോകത്തൊന്നും പറഞ്ഞോട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ കയറിപ്പോന്നു. എന്നാലും കുറച്ച് അത്യാവശ്യമൊക്കെ നനഞ്ഞു, എനിക്കൊരു സമാധാനത്തിനൊക്കെ നനഞ്ഞു. പിന്നെ നമ്മൾ നേരെ കാഞ്ഞേരത്തിന് പോയായിരുന്നു. കുട്ടായിക്ക് ഡ്രസ്സ് എടുത്തില്ലായിരുന്നു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്, പിന്നെ ഞാനും കൂടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുട്ടായിക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളർ കൂടിയ ഷർട്ടാണ് അവന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അതിൽ ബാക്കി എല്ലാവർക്കും മേടിച്ചായിരുന്നു. പപ്പയ്ക്ക് ഒരു ഷർട്ട് മേടിച്ചു കൊടുത്തു, ബർത്ത്ഡേക്കല്ലേ വരുന്നത്. അപ്പം ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം, ബർത്ത്ഡേ ആയിരുന്നു പപ്പയുടേത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് പിന്നെ ഈ ഫാൻസിയിലേക്ക് നമ്മൾ ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ഇത് കണ്ട് ഈ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ഇരുന്ന് വിറച്ചുകൊണ്ടിരിക്കുക അത് എപ്പോഴും. അപ്പോൾ എനിക്ക് കുഞ്ഞായിരിക്കുമ്പം വലിയ ഡാഡി ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത് എനിക്ക് റോസ് കളറുള്ള ബട്ടർഫ്ലൈ ഉണ്ടായിരുന്ന ക്ലിപ്പ്, നല്ല രസം. അതിങ്ങനെ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടായിയോട് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ നേരെ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട്, പപ്പയുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ പപ്പയ്ക്ക് ഒരു കേക്ക്, ഇന്ന് വരെ കേക്കൊന്നും മുറിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല, ഗിഫ്റ്റൊന്നുമില്ല, ഒന്നുമില്ല, നമ്മുടെ എല്ലാം ഉണ്ട്. അപ്പോൾ പപ്പയും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കേക്ക് മേടിച്ച് മുറിക്കാമെന്ന് ചോദിച്ചു, ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിച്ചു. അപ്പോൾ ആ കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഷെയർ ചെയ്ത് പപ്പയ്ക്ക് ഒരു ഷർട്ടൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ പപ്പയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. ടാ.